ഹലോ ഫ്രണ്ട്സ്, അഖിലേ ലേറ്റസ്റ്റ് റിവ്യൂ. നമ്മുടെ ഋതിക പ്രതാപൻ്റെ ബർത്ത്ഡേക്കായിട്ട് ഹാപ്പി ബർത്ത്ഡേ അച്ചാന്ന് എഴുതിയിട്ട് 2 കിലോയുടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് ഓർഡർ ചെയ്തിട്ട് പോയത്. ഞാൻ വരും ചേട്ടാ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രതാപൻ്റെ പേരിൽ ബുക്ക് ചെയ്ത കേക്കാന്ന് പറഞ്ഞ് വന്നാൽ കൊടുത്തേക്കണേ എന്നൊരു ഋതിക ഒരു അബദ്ധവും പറഞ്ഞിട്ടാണ് പോയത്. ആ പെരിങ്കള്ളി അംബികയുടെ മകൻ ദീപക്കും ആ ബേക്കറിയിൽ തന്നെയാണ് കേക്ക് മേടിക്കാൻ വന്നിരിക്കുന്നത്. അവൻ വന്നിട്ടോ 1/2 കിലോയുടെ കേക്കാണ് ചോദിക്കുന്നത്. ഹാപ്പി ബർത്ത്ഡേ പ്രതാപൻ എഴുതണമെന്ന് പറയുമ്പോൾ ബേക്കറിക്കാരൻ എന്താ പറയുന്നത്, അയ്യോ സാർ, ഇത് നേരത്തെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കുവാണല്ലോ, അത് ആരെങ്കിലും വരുമ്പോൾ കൊടുത്തേക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടോ. എന്നാൽ അത് ഋതിക തന്നെയാണെന്ന് അവന് മനസ്സിലായിട്ട് അയാളോട് ചോദിക്കുന്നത്, എത്ര കിലോയാ? അതെ 2 കിലോയാ സാർ. പെട്ടെന്ന് അവൻ്റെ കുരുട്ടുബുദ്ധിയിലൊരാശയം, വേണ്ട, അവിടെ 7 പീസ് കേക്കിൻ്റെ ആവശ്യമുള്ളൂ, അപ്പോൾ ഈ 2 കിലോ വേണ്ട, എന്നല്ലേ 1/2 കിലോ മതി കേട്ടോ. അയ്യോ അത് പറ്റില്ല, ഞങ്ങൾ കേക്ക് റെഡിയാക്കി കഴിഞ്ഞു, ഇവിടെ നിറയെ കസ്റ്റമേഴ്സ് വരുന്നതല്ലേ, നിങ്ങൾക്ക് അവർക്കാർക്കെങ്കിലും കൊടുത്തുകൂടെ എന്നൊക്കെ കുറച്ച് വാക്ക് കസർത്തൊക്കെ അവൻ ചെയ്തിട്ട് ആ കടക്കാരനെ അങ്ങ് കയ്യിലെടുത്ത്, 1/2 കിലോ കേക്കിൻ്റെ പൈസ നിങ്ങളെടുത്തോ, 1 കിലോയുടെ എനിക്ക് തന്നേരെ, എന്നിട്ട് 1/2 കിലോ മാത്രം തന്നാൽ മതി. ആ അഗ്രിമെൻറ്റിൽ താണ്ട കേക്കൊക്കെ റെഡിയാക്കിക്കൊണ്ട് വലിയ സന്തോഷത്തോടെ അംബികാസൂദൻ അങ്ങനെ കേക്കും ഒക്കെ ആയിട്ട് ബേക്കറിയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ ദാ നിൽക്കുന്ന നമ്മുടെ രാജുവിനെ കണ്ടതും അവൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. നമ്മുടെ രാജു പുറത്തു നിന്ന് ഇതൊക്കെ കേട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. രാജു അങ്ങോട്ട് വന്നിട്ട് ചോദ്യവുമില്ല ഉത്തരവില്ല, ഓരോറ്റ തൊഴി അവന്. ആ തൊഴിയും കൊണ്ട് വെട്ടിയിട്ട ചക്ക പോലെ പോയി കിടക്കും ദീപക്ക്. കയ്യിലിരുന്ന കേക്കാണെങ്കിൽ തെറിച്ച് അവിടെ കിടക്കുന്നുണ്ട്. വീണ് കിടക്കുന്നിടത്തുനിന്ന് രാജു അവനെ പിടിച്ച് വലിച്ച് പൊക്കിയിട്ട് ചോദിക്കുന്ന, നാണമില്ലേടാ നിനക്ക്? ജനിച്ച നാൾ മുതൽ വർമ്മസാറിൻ്റെ ഉപ്പും ചോറും തിന്നിട്ട് ആ മനുഷ്യൻ്റെ ബർത്ത്ഡേക്ക് സ്വന്തം പണം കൊണ്ട് ഒരു ചെറിയ കേക്ക് പോലും മേടിച്ച് കൊടുക്കാൻ പറ്റാതെ അദ്ദേഹത്തിന് വേണ്ടി മറ്റുള്ളവർ പണം കൊടുത്ത് ഓർഡർ ചെയ്ത കേക്കിൻ്റെ കാശ് തട്ടിയെടുക്കുന്നോടാ. പെട്ടെന്ന് ദീപക്ക്, എന്താടാ നീ പറഞ്ഞത്? ഞാൻ പണം തട്ടിയെടുത്തുന്നോ? നീ വല്യമ്മാവനോട് കാണിച്ച ചതി നോക്കുമ്പോഴേ ഇതൊക്കെ എത്രയോ നിസ്സാരവാ. നീ കാരണമാ വലിയമ്മാവൻ്റെ പേരും പ്രശസ്തിയും അധികാരവും എല്ലാം നഷ്ടപ്പെട്ട്. ആഹാ, എന്തൊരു മാന്യനാണ് ഈ പറയുന്നത്. അവൻ്റെ ചെവിക്കുറ്റി നോക്കി ഒന്നുകൂടെ കൊടുക്കു രാജു. ജീവിതം കുട്ടിച്ചോറായി, കിടന്നുറങ്ങാൻ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ല. എടാ മഹാഭാവി, അതൊക്കെ നിന്റെ അമ്മയല്ലയോടെ അങ്ങനെ ആക്കി തീർത്തത്. അങ്ങേരിപ്പോൾ ജീവിച്ചിരിക്കുന്നതിന് ഞങ്ങളുടെയൊക്കെ മഹാഭാഗ്യ. അച്ഛാ, നാണം കെട്ട നാക്ക്. എൻ്റെ വല്യമ്മാവൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീ ഒറ്റ ഒരുത്തനെ. എന്തിനാ രാജു ഇത് കേട്ടോണ്ട് നിൽക്കുന്നേ? നിനക്കറിയാവോ, അങ്ങേരൊന്ന് ചിരിച്ചിട്ട് 2 വർഷമായി. നീ അതിന് കണ്ടോടാ പ്രതാപൻ ചിരിക്കുന്നോ ഇല്ലയോന്ന്? നീ പെണ്ണുമ്പിള്ളയുടെ ദാസനായിട്ട് കഴിയുമല്ലേ. ഈ പിറന്നാൾ അങ്ങേര് പറഞ്ഞിട്ടൊന്നും അല്ല ആഘോഷിക്കുന്നത്. ഞാനായിട്ടൊരു ചെറിയ കേക്ക് വാങ്ങി അയാളുടെ പിറന്നാൾ ആഘോഷിക്കാമെന്ന് കരുതി. എടാ കള്ളം പറയാൻ, എടാ എങ്ങനെയാടാ നീ ഇങ്ങനെ കള്ളം പറയുന്നത്? അതിപ്പോൾ നീയായിട്ട് നശിപ്പിച്ച് എന്നിങ്ങനെ പറയാൻ രാജു അവൻ്റെ കഴുത്തെ പിടിച്ച് വെളിയിലോട്ടൊരു ഒറ്റത്തള്ള് പോടാ ഇവിടെ നിന്നും പറഞ്ഞു. പെട്ടെന്ന് രാജുവിന് വല്ലാത്ത കുറ്റബോധവും വിഷമവും. 2 വർഷമായോ പ്രതാപ് വർമ്മ സാർ ബർത്ത്ഡേ ആഘോഷിച്ചിട്ട്? അതിന് കാരണക്കാരൻ ഞാനാണെന്നോ? ദൈവമേ, എങ്കിൽ വർമ്മ സാറിൻ്റെ പഴയ സന്തോഷം ഞാൻ മടക്കിക്കൊണ്ട് വരും. എൻ്റെ വർമ്മ സാറിനെ എനിക്ക് പഴയ വർമ്മ സാറായിട്ട് തന്നെ കാണണം. രാജു വന്നിട്ട് ബേക്കറിക്കാരനോട് പറഞ്ഞു, ഇവിടെ ഉള്ളതിൽ ഏറ്റവും വില കൂടിയ ഒരു കേക്ക് വേണം. വർമ്മ സാറിൻ്റെ ബർത്ത്ഡേ എങ്ങനെയെങ്കിലും ആഘോഷിക്കണം. അംബിക ആരോടോ തള്ളോടെ തള്ളു ഫോണിൽ. ആരാ ഈ അസൂയ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്? കാര്യം പറഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ ബിസിനസ്സൊക്കെ കുറച്ച് ഡള്ളാ. പിന്നെ ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ല. അവിടെ തള്ളു കേട്ടില്ലേ എന്ന് വെച്ചേ നിങ്ങൾ പറയുന്ന പോലൊന്നും അല്ല. ഞാൻ എൻ്റെ മകനോടൊപ്പം ബംഗ്ലാവിലാണ് താമസിക്കുന്നത്. ഏത് ബംഗ്ലാവിലാടി അംബികെ? അത് പോരാഞ്ഞിട്ട് ഞാനിവിടെ അടുത്തൊരു ക്ലബിലും ജോയിൻ ചെയ്ത്. ഏത് ക്ലബ്ബ്? അടുക്കള ക്ലബ്ബോ? അംബികയുടെ തള്ളു കേട്ട് മതിയായിട്ടാണെന്ന് തോന്നുന്നു അവർ പറയുന്നുണ്ട്. ഞങ്ങളിതൊന്നും വിശ്വസിക്കത്തില്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഫോൺ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞ് അംബിക ഫോൺ അങ്ങ് കട്ട് ചെയ്ത്. 1 ലക്ഷം ഉണ്ടോ 2 ലക്ഷം ഉണ്ടോ എന്ന് എന്നോട് കടം ചോദിച്ച് നടന്നവളാ. നന്ദിയോ കാണിക്കണ്ട. ചവത്തി കുത്താതിരുന്നൂടെ ഉളുമാർക്ക്? നീ അല്ലേലെ ശവമാണല്ലോ, പിന്നെ കുത്തിയാൽ നിനക്ക് എവിടെ നോവാനാ? ഈ അമ്പിയെ കളിയാക്കുന്നവരൊക്കെ ദൈവമേ മുടിഞ്ഞു പോകണേ എന്നാ മർക്കടോത്തി പ്രാകുന്നുണ്ട്. അപ്പോൾ അടിയും തല്ലിയൊക്കെ കിട്ടിയ ദീപക് അമ്മയെ വിളിക്കുന്നുണ്ട്. മോനാണല്ലോ വിളിക്കുന്നത്. എന്താ മോനെ? അപ്പം ദീപക്കുണ്ടായ കാര്യങ്ങളൊക്കെ അമ്മയോട് ഫോണിൽ പറയുക. എന്തായാലും അവിടെ ഇട്ട് ചവിട്ടി കൂട്ടിയതൊക്കെ പറയുന്നുണ്ട്. മോനെ, എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലടാ. അമ്മയെ അവനിപ്പോൾ പഴയ ആളാണോ? ഇന്റർനാഷണൽ ലെവലല്ലേ? ഇപ്പോഴെങ്ങാനും ഞാൻ അവനെ കൈവച്ചാലേ എൻ്റെ പൊടി പോലും പിന്നെ മിച്ചം ഉണ്ടാകില്ല. അത്രയും തിരിച്ചറിവുണ്ടല്ലോടാ നിനക്ക്. എൻ്റെ മോൻ്റെ മുഖത്ത് അടിയുടെ പാട് വല്ലതും ഉണ്ടോ? ഇല്ലമ്മേ, കാണത്തക്കതായിട്ടില്ല. പക്ഷേ അവൻ വയറ് തടയിക്കൊണ്ടാണ് പറയുന്നത്. ഡാ മോനെ, നിന്റെ പെണ്ണുമ്പിള്ള ഇതൊന്നും അറിയല്ലേ? അറിഞ്ഞാൽ പിന്നെ ഇതുകൂടെ മതി നിന്റെ മേക്കിട്ട് കയറാൻ. മോനെ, അവള് തന്ന ക്യാഷ് ഉണ്ട്, അതെൻ്റെ കയ്യിലുണ്ടമ്മേ. എന്നാ മോനെ 2500 രൂപ എനിക്ക് ഇങ്ങോട്ട് അയച്ചതാ. ബാക്കി 2500 നീ എടുത്തോ.
ഋതികയുടെ കയ്യിൽ ഇനി കാശൊന്നും കാണത്തില്ല, അതുകൊണ്ട് അവൾ കേക്കൊന്നും ഇനി മേടിക്കത്തില്ല. രാജുവായിട്ട് പിണക്കമായതുകൊണ്ട് ആ ഭാഗത്തൊന്നും ബർത്ത്ഡേ ആഘോഷമൊന്നും ഉണ്ടാവില്ല. അവനല്ലെങ്കിലും ഇനി എന്തിനാ ബർത്ത്ഡേ ആഘോഷിക്കുന്നേ? വല്ല ആവശ്യമുണ്ട്, അതാ അവൻ്റെ വിധി എന്നൊക്കെ പറയുന്നുണ്ട് അംബിക. നീ നേരത്തെ വീട്ടിൽ പോകാൻ നോക്ക്. അത് ശരിയാ, എളുപ്പം ചെന്നിട്ട് വേണമല്ലോ അവിടെ ചട്ടിക്കാനും പാത്രം കഴുകാന്. ദീപക്കിന് നല്ല പൊട്ടീരി രാജുവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയല്ലോ. അംബിക ഇങ്ങനെ ദേഷ്യത്തോട് പറയാം, പണ്ട് പട്ടിണിയായിട്ട് കഴിഞ്ഞപ്പോഴും അവൻ എൻ്റെ മോനെ വെറുതെ വിട്ടിട്ടില്ലായിരുന്നു. ഇപ്പൊ പണവും പ്രതാപവും ഒക്കെ അവനല്ലേ. പാരമ്പര്യമായി അനുഭവിച്ചു വന്ന സ്വത്തുക്കളും കൈവിട്ടുപോയി. പുതുമഴയിൽ കിളിർത്ത അവൻ്റെ സാമ്രാജ്യം ഒലിച്ചു പോകാൻ ഒരു പെരുമഴയൊന്ന് പെയ്താ മതി. നല്ല മനസ്സടി അംബികയെ. പ്രതാപൻ എന്തൊക്കെയോ ഓർത്തിങ്ങനെ വിഷമിച്ചിരിക്കുക. ഋതികയാണെങ്കിൽ ജനലിക്കൂടെ നോക്കി കണ്ണുനീരും പൊഴിക്കുന്നുണ്ട്. യാമിനി വന്നിട്ട് ചോദിക്കുന്നു, എന്താ മോളെ? ചെറിയമ്മേ, അച്ഛന് ഞാനൊരു ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇതുവരെ എത്തിയിട്ടില്ല. വീട്ടിൽ ഡെലിവറി ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു. മോള് ഷോപ്പിലോട്ടൊന്ന് വിളിച്ച് ചോദിച്ചേ. ചെറിയമ്മേ, ഞാൻ വിളിച്ചു, പക്ഷെ അവർ പറയുന്ന ആരോ കേക്ക് വാങ്ങിച്ചോണ്ട് പോയെന്നാ. അയ്യോ, അത് ആരായിരിക്കും മോളെ? അറിയില്ല ചെറിയമ്മ, അവർക്കും അറിയില്ലെന്നാ പറയുന്നത്. എന്തൊരു പണിയാ ബേക്കറിക്കാര് കാണിച്ചത്? പരിചയമില്ലാത്തവരുടെയാണോ കേക്ക് കൊടുത്തു വിടുന്നത്? ഈ സമയത്ത് കടം വാങ്ങിയിട്ടാണെങ്കിലും ഒരു കേക്ക് മേടിക്കാന്ന് വിചാരിച്ചാ എപ്പോഴിനി കേക്ക് കിട്ടാന്? ആ അംബിക അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, അല്ല നിങ്ങൾ ബർത്ത്ഡേ കേക്കിന്റെ കാര്യമാണോ സംസാരിക്കും? അതെ, എന്നാലേ ആ കേക്ക് ഇനി വരില്ല. ഒരു ബർത്ത്ഡേ കേക്ക് വാങ്ങിക്കാൻ ഞാൻ ദീപക്കിനെ കടയിൽ പറഞ്ഞയച്ചിരുന്നു. അവിടെ ചെന്നപ്പോഴാ അറിഞ്ഞത് മോള് നേരത്തെ ഒരു കേക്ക് ഓർഡർ ചെയ്തിരുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ കേക്ക് വാങ്ങണ്ടല്ലോ, ആ കേക്ക് തന്നെ മതിയെന്ന്. അതുകൊണ്ട് അവൻ ഇങ്ങി തിരിച്ചു വന്ന്. എന്നിട്ട് എന്തായി? അയ്യോ, എന്തു പറയാനാ, ഭാഗ്യക്കേടാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ കേക്ക് അവന്റെ കയ്യിൽ നിന്ന് നിലത്ത് വീണു. ഋതിക നേരത്തെ സങ്കടത്തോടെ നിൽക്കുക. ഈ അംബികയുടെ ഈ കള്ളത്തനോടെ കേട്ടപ്പോൾ ഋതികയ്ക്ക് ദേഷ്യം കൊണ്ട് സത്യം പറ, നിങ്ങൾ മനഃപൂർവ്വം ആ കേക്ക് നശിപ്പിച്ചതല്ലേ? അയ്യോ യാമിനി, ഋതിക പറയുന്നത് കേട്ടോ, എന്തൊക്കെയായി പറയുന്നത്? സത്യമായിട്ടും അവനൊരു ആക്സിഡന്റ് പറ്റിയതാണ്. അവനോട് ആരാ പറഞ്ഞത് എൻ്റെ അച്ഛൻ ഓർഡർ ചെയ്ത കേക്ക് അവിടെ ചെന്ന് വാങ്ങിക്കാൻ? അവരിവിടെ ഡെലിവറി ചെയ്യുമായിരുന്നല്ലോ. നിങ്ങളും മകനും എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നത്? അയ്യോ മോളെ, അവന് പറ്റിയൊരു അബദ്ധമാ. മോള് ദേവിയേത് പ്രതാപനോട് പറഞ്ഞേക്കല്ലേ. അമ്മയും മോനോടെ പണമടിച്ച് മാറ്റാൻ നോക്കിയതും രാജുവിൻ്റെ കയ്യിൽ നിന്ന് ചവിട്ട് കിട്ടിയതും എല്ലാം അമ്മ അങ്ങ് ഒതുക്കി തീർത്തു. ഒന്നാമത് പ്രതാപന് ദീപക്കിന്റെ കാര്യം കേൾക്കുന്നതേ ദേഷ്യവാ. മതി, നിർത്തിക്കോ നിങ്ങളുടെ അഭിനയം. ഉടനെ യാമിനി പറയുന്നു, മോളെ വേണ്ട, നല്ലൊരു ദിവസമായിട്ട് ഒന്നും രണ്ടും പറഞ്ഞ് ചേട്ടൻ കേട്ടാൽ അത് വിഷമമായി മാറും. നമുക്ക് വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. മോളെ, നമുക്ക് പാൽപ്പായസം വെച്ചാൽ? വേണ്ട ചെറിയമ്മേ, എനിക്ക് എൻ്റെ അച്ഛനെ കൊണ്ട് കേക്ക് കട്ട് ചെയ്യിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. 2 വർഷമായില്ലേ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട്. അയ്യോ, എന്തോരഭിനയം. അംബിക പറ, മോളെ തെറ്റ് എൻ്റെയും മകൻ്റെയും ഭാഗത്തല്ലേ, അപ്പോൾ ഞാൻ തന്നെ പ്രതാപനോട് സംസാരിക്കാം എന്ന് പറയേ. എന്താണ്ട് പെട്ടെന്ന് അവളൊരു ഓടിപ്പോക്ക്. അത് കണ്ടോണ്ട് അയ്യോ വേണ്ടാന്നും പറഞ്ഞത് ഋതികയും യാമിനോട് അവിടെ പുറകിന് വരിക. അവളങ്ങോട്ട് ഓടി വന്നിട്ട്, മോനെ പ്രതാപ, എന്താ ചേച്ചി അവിടെ അഭിനയം കണ്ടോണം. ഞാൻ രാവിലെ മുതലുള്ള ക്ഷേത്രങ്ങൾ മുഴുക്ക പോയി മോന് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രത്യേക പൂജകളും നടത്തി കാണിക്കയും സമർപ്പിച്ച്. എവിടാടി പോയത്? എവിടാടി കാണിക്കയും നടത്തിയത്? ഏത് പൂജയാടി നീ നടത്തിയത്? പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷമം. ഋതുമോൾക്കായിരുന്നു കൂടുതൽ വിഷമം. എന്താ മോളെ? ഞാൻ പറയാം പ്രതാപ, ഇന്ന് നിന്റെ പിറന്നാളായിട്ടൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് മോക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് അതിഥികളെയൊക്കെ വിളിച്ച് വളരെ ഗ്രാൻഡായിട്ട് അങ്ങോട്ട് ആഘോഷിക്കാവുന്നു. എടി കള്ളി, എങ്ങനെയാണ് മിനിറ്റ് നേരം കൊണ്ട് നീ ഇത്രയും കള്ളവൊപ്പിക്കുന്നത്? അതെൻ്റെ ഒരു വാശിയാണെന്ന് ചിലപ്പോൾ നിങ്ങൾ കരുതിയേക്കാം. എന്നാലും മോൻ കാണിച്ച തരികടപ്പണി പറയത്തില്ല. അങ്ങനത്തെ വാശി ഒന്നും വേണ്ട ചേച്ചി. എനിക്ക് പിറന്നാളായിട്ട് എൻ്റെ മോളി ഡ്രസ്സ് സമ്മാനിച്ചില്ലേ? ചേച്ചി എനിക്ക് വേണ്ടി ക്ഷേത്രങ്ങളെല്ലാം മുഴുവനും നടന്ന് പ്രാർത്ഥിച്ചില്ലേ? അതെ, അത് സത്യം തന്നെ. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. എനിക്കത് പോരെ? അയ്യോ അങ്ങനെയല്ല മോനെ, ഒരു കാലത്ത് നിന്റെ പിറന്നാൾ നമ്മുടെ വീട്ടിലൊരു ഉത്സവമായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും കുത്തി നോവിക്കണം കുറച്ചുകൂടി. അതാണ് ഇവിടെ അടുത്ത പരിപാടി. MLA-മാരും മന്ത്രിമാരും VIP-മാരും അങ്ങനെ ഒരുപാട് പേര് ക്ഷണിക്കാതെ തന്നെ നിന്റെ പിറന്നാളിന് വരുമായിരുന്നു. നിനക്ക് കിട്ടുന്ന സമ്മാനങ്ങളും പൂച്ചെണ്ടുകളും കൊണ്ട് നമ്മുടെ മുറികളൊക്കെ നിറയുമായിരുന്നു. ഇപ്പോൾ നിന്റെ പദവിയും പ്രതാപവും എല്ലാം ഇല്ലാതായി. ആ പഴയ സ്റ്റാറ്റസും ഇല്ലാതായപ്പോൾ ഒരു മനുഷ്യർക്കും നിന്നെ വേണ്ടാതെയായി. അതുകൊണ്ടായിരിക്കും ഋതുമോള് നിന്റെ മനസ്സ് സന്തോഷിക്കാൻ വേണ്ടി പിറന്നാൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ ആഘോഷിക്കേണ്ട നിലയിലായി നമ്മളിപ്പോ. രാജു പോലും നിന്നെ ഒരു വാക്ക് വിഷ് ചെയ്തോ? എല്ലാവരും നമ്മളെ മറന്നു. ചേച്ചി ഇപ്പൊ എന്തിനാ അവരെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്? ഇപ്പോഴും പൊട്ടം പ്രതാപ, നിനക്ക് മനസ്സിലായില്ലേ? ഇതൊന്നും സ്നേഹം കൊണ്ട് പറഞ്ഞതല്ല. നിന്റെ ഉള്ളിലെ നോവണം, നിനക്ക് നീറണം പഴയതൊക്കെ ഓർത്ത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ദുഷ്ട ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ ഓർമ്മിപ്പിച്ചതാ പ്രതാപ, നിന്റെ കാൽ കീഴി കിടന്നവരൊക്കെ ഇന്ന് നിന്റെ കൂടെ ഇല്ല എന്ന്. ഞാൻ നിന്നെ ഓർമ്മിപ്പിച്ചതാ. ഇത്തിരിയെങ്കിലും സ്നേഹം രാജുവിനോട് തോന്നിയെങ്കിലോ അതില്ലാതാക്കാനുള്ള ശ്രമമാണ്.
നമ്മുടെ കുടുംബത്തിന് ഇതൊരു പാഠമായിരിക്കണം പ്രതാപ. നമ്മൾ ഇനി പഴയ പ്രതാപവും സമ്പത്തും ഒക്കെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ ഒരുത്തനെ പോലും ഇങ്ങോട്ട് കയറാൻ അനുവദിക്കരുത്. എന്തായാലും കൃത്യസമയത്ത് എത്താൻ പറ്റിയല്ലോ എന്നും പറഞ്ഞ് വർമ്മ സാറേനെ വിളിച്ച് കയ്യിൽ കേക്കും പൂച്ചെണ്ടും ഒക്കെ ഉണ്ട്. വർമ്മ സാറിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകരാണ് അങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ എന്താ എല്ലാവരും കൂടി വർമ്മ സാറെ പിറന്നാൾ ആശംസകൾ എന്നും പറഞ്ഞ് കയ്യിൽ പൂച്ചെണ്ട് കൊടുക്കുന്നു. പ്രതാപന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം, വളരെ സന്തോഷം എന്നിങ്ങനെ പ്രതാപൻ പറയുക. അമ്പികയ്ക്ക് ഇത് തീരെ പിടിക്കുന്നില്ല. ഈ അലവലാദികളൊക്കെ ആരാ ഇപ്പം ഇങ്ങോട്ട് ക്ഷണിച്ചത്? മോളെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ശരിയച്ചാ എന്നും പറ സന്തോഷത്തോടെ ഹൃദയ അകത്തോട്ട് ഓടുക. അമ്പിക അവിടെ നിന്ന പ്രശ്നമാകുമെന്ന് നമ്മുടെ യാമിനിക്കും മനസ്സിലായി. യാമിനി ഉടനെ ചേച്ചി വാ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കണ്ടേ എന്നും പറഞ്ഞ് അമ്പികയെ വിളിച്ചോണ്ടാണ് പോകുന്നത്. നമ്മുടെ രാധമ്മ തമ്പുരാട്ടി തന്റെ വേലക്കാരിയൊക്കെ ഭരിക്കുക. നീ പെട്ടെന്ന് തുടച്ചിട്ട് പോ, വേണുവേട്ടൻ ഇപ്പൊ ഇങ്ങോട്ട് വരും. രാവിലെയൊക്കെ നിനക്ക് എന്താടി ഇത്ര പണി? രാത്രി അവള് വന്നേക്കുന്ന ചൂലും പൊക്കിയെടുത്തോണ്ട്. നാളെ മുതലൊക്കെ നേരത്തെ നീ ചെയ്തു വെച്ചേക്കണം, പറഞ്ഞു കേട്ടല്ലോ. വന്നവർ പ്രതാപനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. സാറിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നതോടൊപ്പം സാറിൻ്റെ ദുഃഖത്തിലും എല്ലാത്തിലും ഞങ്ങൾ കൂടെയുണ്ട് എന്നൊക്കെ അവർ പറയുക. മറ്റൊന്നുകൂടി, സാറിനോടൊപ്പം ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെ ഇപ്പോഴും സാറിനോടൊപ്പം ഉണ്ടെന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പ്രതാപൻ പറയുക, നിങ്ങളുടെയൊക്കെ വലിയ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ തോറ്റുപോയ ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമാണ്. ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ തന്നെ പിറന്നാളാഘോഷം, ശരിക്കും പറഞ്ഞാൽ എൻ്റെ മകൾ പറഞ്ഞപ്പോഴേ എൻ്റെ പിറന്നാളാണെന്നുള്ളത് ഞാൻ തന്നെ ഓർത്തത്. ആഘോഷം ഒന്നും വേണ്ട, ദയവ് ചെയ്ത് നിങ്ങൾ എന്ന് പറയുമ്പോഴേ അവർ അങ്ങനെ ഒന്നും പറയല്ലേ സാർ. സാറിൻ്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി വളരെ ആഗ്രഹത്തോടെ വന്നവരാ ഞങ്ങളെ നിരാശരാക്കരുത്. ഇത് ഞങ്ങളുടെ ഒരു അപേക്ഷയാണ്. ഉടനെ ഹൃദയ, അച്ഛാ പറ്റില്ലെന്ന് പറയല്ലേ, അവരൊരുപാട് ആഗ്രഹിച്ച് വന്നതല്ലേ. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും ഒരുപാട് ആഗ്രഹമുണ്ട്. അതേ ഏട്ടാ, ആഘോഷമായിട്ടൊന്നും ഇതിനെ കാണണ്ട. ശേഖരനും പറയുക, നമുക്ക് കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകാം. ചേട്ടാ ഇനി ഞാനായിട്ട് എന്തിനാ ഒന്നും മിണ്ടാതിരിക്കുന്നേ? ഉടനെ അമ്പിക, പ്രതാപ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പോഴും പ്രതാപൻ പെങ്ങൾ പറയുമ്പോൾ ശരിയെന്ന് പറയുക. പ്രിയ തണ്ട അലറിയടിച്ചോണ്ട് രാധമ്മയുടെ എടുത്തിട്ട് വന്നിട്ട്, അമ്മേ തൻ്റെ ഔട്ട് ഹൗസിൽ എന്തോ ബഹളം കേൾക്കുന്നു. അതാ പ്രതാപവർമ്മയ്ക്ക് ആരെങ്കിലും കാശ് കടം കൊടുത്തതായിരിക്കും, അവർ ചോദിക്കാൻ വന്നതായിരിക്കും. അയാളെ ഔട്ട് ഹൗസിൽ നിന്നൊന്ന് പറഞ്ഞു വിടാൻ മാത്രം എനിക്ക് പറ്റുന്നില്ലല്ലോ ദൈവമേ. എന്തായാലും നീ ഇങ്ങോട്ട് വാ, നമുക്ക് നോക്കാം. അതാണ്ട നമ്മുടെ വേണുവേട്ടൻ അപ്പോൾ ഡോറ് തുറന്ന് അകത്തോട്ട് വരുക. നിങ്ങളെന്താ വേണുവേട്ട കരഞ്ഞോണ്ട് വരുന്നത്? ഔട്ട് ഹൗസിലെ ബഹളം കേട്ടിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞോണ്ട് വരുവാണെന്ന് തോന്നുന്നല്ലോ. അതേടി, ചെറുതായിട്ട് എൻ്റെ കണ്ണൊന്നും നിറഞ്ഞ്, പക്ഷേ അത് സന്തോഷം കൊണ്ടാ. പ്രിയ ഉടനെ ചോദിക്കാം, അതെന്താ സന്തോഷം കൊണ്ടാ? അതേടി, ഇന്ന് പ്രതാപവർമ്മ സാറിൻ്റെ പിറന്നാളാണ്. ശത്രുക്കൾ അദ്ദേഹത്തെ എത്രത്തോളം ആക്രമിച്ച് പ്രതിച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ എന്നും അദ്ദേഹം ജനനായകൻ തന്നെയായിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നീ അങ്ങോട്ട് നോക്കാ കുടിലി നടക്കുന്നത്. ഇടീ പ്രിയേ, അപ്പൊ പലിശക്കാര് വന്ന അയാടെ കഴുത്തിന് പിടിച്ചതല്ലായിരുന്നല്ലോ. വേണുവട്ടം പറയാ, വായടക്കടി, ഇന്ന് അദ്ദേഹത്തിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വന്നവരുടെ ശബ്ദമാ കേട്ടത്. രാധമ്മ അഹങ്കാരത്തോടെ പറയാം, വട്ടപൂജ്യമായാലും പ്രതാപ് വർമ്മ ഹീറോ. നിങ്ങളെപ്പോലെയുള്ളവരെയൊന്നും ഒരു കാലത്ത് നന്നാക്കാനാകില്ല രാധമ്മേ. സത്യയഥാർത്ഥത്തിൽ ഒരു ദിവസം വെളിയിൽ വരും. അന്ന് നീ പറഞ്ഞതൊക്കെ എന്താകും? എങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും? ആരുടെ കാശിൻ്റെ ബലത്തിലാണ് നീ നെകളിക്കുന്നത്? ഋതികയുടെ അമ്മയുടേത്. എത്രയൊക്കെ ആട്ടും തുപ്പും ചവിട്ടും കൊണ്ടാലും കൺകണ്ട ദൈവം ആരാണെന്ന് ചോദിച്ചാൽ ഇയാൾ പറയുന്നത് എന്തുവാ? പ്രതാപവർമ്മ സാറെന്ന്. എടി, വിരലിൽ എണ്ണാവുന്നത്രയും പ്രാവശ്യം വഴക്ക് കേട്ടിട്ടുണ്ടെന്ന് വിചാരിച്ച് അദ്ദേഹം ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കാനാവൂടി നമുക്ക്? എന്തായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് നിൽക്കവിടെ. എങ്ങോട്ടാണ് നിങ്ങൾ പോകാൻ പോകുന്നത്? അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ എനിക്ക് പറ്റില്ല. കുറച്ച് അകലം മാറിയെങ്കിലും നിന്ന് ആ മുഖത്തെ സന്തോഷം കണ്ട് ഞാനൊന്ന് സന്തോഷിച്ചോട്ടെ. സാധ്യമല്ല വേണുവേട്ട. എടി, ഒരു കാലത്ത് അദ്ദേഹം തന്ന ഉപ്പും ചോറും തിന്നേ വയറ് നിറച്ച വരാം നമ്മൾ. എൻ്റെ വേണുവേട്ട, അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന രാധമ്മയോട് ഇത് വല്ലതും പറഞ്ഞിട്ട് അറിയുവോ? രാധമ്മയ്ക്ക് ഇത് വല്ല ഓർമ്മയുണ്ടോ? ഇപ്പൊ പ്രതാപവർമ്മ ഏതാണെന്ന് ചോദിക്കാത്തത് തന്നെ മഹാഭാഗ്യം. ദാണ്ടേ, നിങ്ങൾ ഉപ്പ് തിന്ന് ശർക്കര തിന്നൊക്കെ പറഞ്ഞ് ഒരുപാടൊന്നും വർണ്ണിക്കണ്ട. അയാളെ കാണാൻ പോകാൻ ഇവിടുന്ന് പറ്റില്ല. കൈ നൂത്തൊന്ന് കൊടുക്ക് വേണുവേട്ട അവിടെ കവളത്ത്. വേണുവേട്ടൻ അങ്ങോട്ട് ചെല്ലുന്നോന്നൊക്കെ നിലവിളക്കം നിറവറയായിട്ട് കാത്തിരിക്കുമായിരിക്കും അവര്. എൻ്റെ മനുഷ്യ, നിങ്ങളിങ്ങനെ നടന്നോന്നും മറന്ന് പെരുമാറല്ലേ. ആ ബഹളം കേട്ടിട്ടാണെന്ന് തോന്നുന്നു രാജു അകത്തോട്ട് കയറി വരുന്നു. മോനെ, നീയും കൂടി അറിയാൻ വേണ്ടി അമ്മ പറയാ, പ്രതാപവർമ്മയും കുടുംബവും നമ്മളോട് ചെയ്തതൊക്കെ അതൊക്കെ മറന്നിട്ട് ആരും അവരുടെ കുടുംബത്തോട് യാതൊരു കരുണയും കാരുണ്യവും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ആ വീട്ടിൽ പിറന്നാളോ കൊടിയേറ്റോ പൂരോ അങ്ങനെ പലതും നടന്നിരിക്കും. ഇവിടെ നിന്ന് ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർത്തോ. രാജുവിനെയും കൂട്ടി ചേർത്താ പറയുന്നത്. എല്ലാത്തിനെയും കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളിയിട്ട് ചട്ടിയും കലവും കിടക്കയെടുത്ത് എല്ലാം വാരി പുറത്തിട്ട് ആ ഔട്ട് ഹൗസ് ഞാൻ താഴിട്ട് പൂട്ടും.
എടീ പ്രിയ, സമയം ഒരുപാടായി. രാജുവിന് കുടിക്കാനുള്ള പാലെടുത്ത് കൊടുക്കാൻ മേലക്കാരിയോട് പറ. അയ്യോ എൻ്റെ അമ്മോ, അഹങ്കാരം. മോനെ, നീ ചെന്ന് പാല് വാങ്ങിച്ച് കുടിച്ചിട്ട് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ രാധമ്മയുടെ വജ്രായുധമാണ് ആരെങ്കിലും അങ്ങോട്ട് എന്തെങ്കിലും അലിവ് കാണിച്ചാൽ പ്രതാപനെയും കുടുംബത്തെ അവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് അവൾ ഔട്ട് ഹൗസ് താഴിട്ട് പൂട്ടും. അത് ഇവരാരും സമ്മതിക്കത്തില്ലെന്ന് രാധമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ഇത് വെച്ചിട്ടുള്ള കളിയാണ് രാധമ്മ ചെയ്യുന്നത്. രാജു, നിനക്ക് ഇനിയെങ്കിലും സത്യം പറഞ്ഞുകൂടെ? എന്തിനാ ഈ മറച്ചു വെക്കുന്നത്? നിങ്ങൾ അച്ഛനും മകനും ഇങ്ങനെ വളയുന്നത് കൊണ്ടല്ലേ രാധമ്മ ഇത്രയ്ക്ക് മുകളിലോട്ട് കയറിപ്പോകുന്നത്? പാവം വേണുവട്ടൻ വിഷമത്തോടെ മനസ്സിൽ പറയാം. ആദ്യകാലത്ത് ഒരുപാട് സഹായം ചെയ്ത മനുഷ്യന് ഇന്ന് ആ മനുഷ്യനൊരു മോശം സമയമായപ്പോൾ പിറന്നാളായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോർക്കുമ്പോൾ എന്നൊക്കെ ഓർത്ത് വേണുവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. രാധമ്മ ഒരുമാതിരി പുച്ഛത്തോടെയും കളിയാക്കലോടെ വേണുവേട്ടനെ നോക്കിയിട്ടൊരു പോക്ക്. അങ്ങനെ നമ്മുടെ പ്രതാപൻ കേക്ക് കട്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. വലിയൊരു കേക്കാണ്. ഹാപ്പി ബർത്ത്ഡേ പ്രതാപവർമ്മ എന്ന് എഴുതിയിരിക്കുന്നത്. എല്ലാവരും കേക്കയിലോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഋതിക ഇങ്ങനെ പതുക്കെ ചരിഞ്ഞു നോക്കുമ്പോൾ ആ ജനലിൻ്റെ അടുത്ത് ആരോ ഒരാൾ നിൽക്കുന്ന പോലെ. ഋതിക സൂക്ഷിച്ചു നോക്കുമ്പോൾ ആരുമല്ല, നമ്മുടെ രാജുവാണ്. ഋതിക ചിരിച്ചോണ്ട് മനസ്സിൽ അപ്പോൾ രാജുവാണ് ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തതല്ലേ? രാജു അവിടെ ഒന്ന് വിഷമത്തോടെ പറയുന്നു, ഐ ആം സോറി വർമ്മ സാറേ, സാറിൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് പഴയതുപോലെ നമ്മളെല്ലാവരോടും ഒരുമിച്ച് സാറിൻ്റെ പിറന്നാൾ ആഘോഷിക്കും. കള്ളി അമ്പികയ്ക്ക് കണ്ണ് 4 പാടുവാണല്ലോ. ഋതികയുടെ മുഖത്തൊരു പുഞ്ചിരി. ഇവളെന്താ ചിരിക്കുന്നേ? ഇവളത് ആരെയാ നോക്കുന്നേ? അവൾ രാജുവിനെ കണ്ടെന്ന് തോന്നും. ഓഹോ, അപ്പോൾ ഇതൊക്കെ അവൻ്റെ സെറ്റപ്പായിരുന്നില്ലേ? ഇപ്പം ഞാൻ ശരിയാക്കി തരാമല്ലോ. പ്രതാപ, എനിക്കൊരു സംശയം. എന്താ ചേച്ചി, ഈ വന്നിരിക്കുന്നവരെയൊക്കെ രാജു പറഞ്ഞു വിട്ടതാണോ എന്നൊരു സംശയം. അവൻ്റെ പേര് പറഞ്ഞ് എന്തിനാ ചേച്ചി ഈ ഒരു സന്തോഷം ചേച്ചി ഇല്ലാതാക്കുന്നത്? അത് ആവശ്യമായിപ്പോയി അങ്ങനെ പറഞ്ഞത്. പക്ഷേ രാജുവിനെ കുറ്റം പറയാൻ പാടില്ല പ്രതാപ. അല്ലെങ്കിൽ തന്നെ അവൻ എന്തിനാ ഇവരെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്? നിന്നെ ഇംപ്രസ് ചെയ്യാൻ, നിന്റെ മുന്നിൽ നല്ല പിള്ള ചമയാൻ. അല്ലാതെ എന്തിനാ ആ കൂട്ടത്തിൽ വന്നവർക്ക് ദേഷ്യം വരും. ഈ അംബിക മേഡം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? മുടങ്ങിക്കിടന്ന് എൻ്റെ വീടിൻ്റെ ലോൺ പേപ്പർ ശരിയാക്കി തന്നത് സാറാ. ഈ നിൽക്കുന്ന സുധീഷിൻ്റെ കൃഷിഭൂമി റെഡിയാക്കി കൊടുത്തത് ഈ സാറാ. സാറിൻ്റെ പിറന്നാൾ ആഘോഷിക്കാനാ ഞങ്ങൾ, അല്ലാതെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അംബിക നാണിച്ചിങ്ങനെ നിൽക്കുക. ചേടാ, പണി പാളിയല്ലോ, വിചാരിച്ച പോലെ ഏറ്റില്ലല്ലോ പണി. ശേഖരനും യാമിനിയും ഋതികയും ഒരു കളിയാക്കലോട് അംബികയെ നോക്കുന്നുണ്ട്. അംബിക വീണ്ടും ചമ്മി. നമ്മുടെ പ്രതാപം പറഞ്ഞു, പോട്ടെ ചേച്ചി അറിയാതെ പറഞ്ഞു പോയതാ. ശേഖരൻ അവരോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ക്ഷമയോക്കി. അയ്യോ, അതൊന്നും വേണ്ട സാറേ. വർമ്മ സാറിന് സന്തോഷമായല്ലോ, ഞങ്ങൾക്കത് മാത്രം മതി. അങ്ങനെ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടി പ്രതാപൻ കേക്ക് കട്ട് ചെയ്യുന്നു. കേക്ക് കട്ട് ചെയ്ത് ആദ്യം തന്നെ ഋതികയ്ക്ക് വായിലോട്ട് വെച്ച് കൊടുക്കുന്നു. ഋതിക അച്ഛനും കേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു സന്തോഷമായ മുഹൂർത്തമാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ആ അംബികയെ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. ഇവളിനി എന്തൊക്കെ കുത്തിത്തിരിപ്പാണോ പ്രതാപനോട് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഇനി രാജുവിൻ്റെ പുറകെയാണോ ഇവിടെ നോട്ടം? ഋതികയും രാജുവും തമ്മിൽ കാണുന്നുണ്ടോ? ഇനി അവസാനം ഋതിക രാജുവിൻ്റെ കമ്പല്ല ജോലി ചെയ്യുന്നതെന്നെങ്ങാനും ഇവൾ കണ്ടുപിടിക്കുമോ? അതിന് മുമ്പേ രാജു എന്തെങ്കിലും ചെയ്ത് ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ബാക്കി എന്താവുമെന്ന് അറിയാനായിട്ട് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.